MRC ഒരു പട്ടിത്തീട്ടമാണ്. സെൻഡക്സ് എന്തോ പേര്, എന്തോ എന്റെ പേര് അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യുന്ന അറിയത്തില്ല. ഈ MRC എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ ഒരു പട്ടിത്തീട്ടമാണ് അത്. ഈ പട്ടിത്തീട്ടം എന്ത് ചെയ്തെന്ന് അറിയാവോ? ഈ ക്ലിപ്പ് അവന്റെ ഇതുപോലെ ഇത്രയും ക്രോപ്ഡ് ആക്കിയിട്ടേക്കുക. ഇത് ഇട്ടേന് 5000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ പുണ്ടശിവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജുഗ്രുവിന്റെ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു കൊടുത്ത് ജിഗ്രുവിന്റെ ചാനലിന്. എന്നിട്ട് ഇത് കണ്ട കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തീട്ടക്കണ്ടി. എടാ സെൻഡക്സ്, എടാ കുണ്ടനെക്സേ, എടാ നിനക്ക് അടിക്കാനുള്ള കഴിവില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞ് സമ്മതിച്ചിട്ട് ചാനൽ നിർത്തി അങ്ങ് പോകണം, മനസ്സിലായ? അല്ലാതെ മറ്റേ ഇമ്മാര് തന്തേലായ്മ കാണിക്കരുത്. ചാനലൊക്കെ വെച്ച് കളിക്കാൻ നീ ആര്? നിനക്ക് എന്താ വിചാരിച്ചേ? 5, 3, 10 വ്യൂസ് വെച്ചിട്ട് നീയൊക്കെ മറ്റേ അങ്ങ് ഉണ്ടാക്കിയ നമ്മളങ്ങ് തലയങ്ങ് പോകുന്നോ? ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണടാ. എന്റെ ക്ലിപ്പ് നിന്റെ അണ്ണനോ കുണ്ണനോ ആരായാലും എന്റെ ഏതെങ്കിലും ലൈവ് സ്ട്രീമിന്റെ ഏതൊക്കെ ഉണ്ടോ 3 സ്ട്രൈക്ക് കിട്ടിയ ചാനൽ പോകും. എനിക്ക് നീ ഒന്ന് സ്ട്രൈക്ക് അയച്ചാൽ ഒരു കോപ്പ് അയച്ചാൽ എന്നെ ബാധിക്കുക പോലും ഇല്ല. ഞാൻ പറഞ്ഞ എന്റെ ക്ലിപ്പ് ഏതൊക്കെ ഒരുത്തും നിന്റെ MRCയിലെ അണ്ണന്മാരും കുണ്ണന്മാരും ഒക്കെ ഇരുന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ പോലും നീയൊക്കെ നാളെ റിയാക്ട് ചെയ്താൽ നിനക്കൊക്കെ ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നെ അയക്കും. 3 സ്ട്രൈക്ക് വെച്ച് ചാനൽ മുമ്പിൽ നീയൊക്കെ ഇരിക്കും. ഞാൻ ഒരു സംശയമില്ല, മൊത്തത്തിന് ഞാൻ അയക്കും. എടാ ഇവന്മാരുണ്ടല്ലോ, ഇവന്മാര് സിറ്റിയിൽ നമ്മളെ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കറന്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അന്നില്ലെന്നുള്ള കാര്യം ഇവന്മാർ ഈ കഴിവില്ലാത്ത ശിഖണ്ഡികൾക്ക് അറിയാം, മനസ്സിലായ? ഇവന്മാർക്ക് അറിയാം. അപ്പോഴത്തേക്കിന് ഇവന്മാർ ചാനൽ വെച്ച് ഇത്രയും വർഷം നമ്മൾ പല ആൾക്കാരോട് അടി ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരായിട്ടും പല ഇതായിട്ടും എന്റെ നെഗറ്റീവ് കോണ്ടന്റ്സ് എന്നെ എന്തൊക്കെ എന്റെ ഫേസ് ക്യാം അടക്കം എന്തൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. എത്ര ഗ്യാങ്സ് വെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അയച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരുത്തിന്? ഞാൻ ആരുടെയും ചാനൽ വെച്ച് കളിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുത്തന്നെ ചാനൽ വെച്ച് കളിച്ചിട്ടില്ല. ഞാൻ ഒരുത്തന്നെ ചാനലോ കരിയറോ വെച്ച് ഞാൻ കളിച്ചിട്ടില്ല. നമ്മുടെ കൂട്ടത്തിലെ പിള്ളേരുടെ മറ്റേ ഇതിനകത്തോട്ട് ഈ ക്ലിപ്പ് നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്ക്. ഒരു 5 സെക്കൻഡ് ക്ലിപ്പിന് അവന്റെ ഇതുപോലും ഇല്ല അതിനകത്ത് കൊണ്ട് വെച്ചേക്കാണ്. നമ്മളൊക്കെ എന്തോരം കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് TJയും ബാക്കി എല്ലാവരും അടുത്ത്. സത്യം TJ ബെറ്റർ, സത്യം. നീയൊക്കെ എവിടെ ചിന്തിക്കണം? നീയൊക്കെ ആൾക്കാർ റോസ് തപ്പി പോവുക, അതിന് പൈസ കൊടുത്ത് ഒരു കണ്ടി പൈസ കൊടുത്ത് വിടുക, വേറൊരു കണ്ടി അതിന് കോംപ്രമൈസ് ചെയ്യുക. എന്നിട്ട് അതും പറ്റിയിട്ടില്ല, അത് അടുത്തത് വന്നിട്ട് ഒരാളുടെ ചാനൽ ഇത് കോണ്ടന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെയാണ് നീ ഇതൊക്കെയല്ല QR ഒക്കെ മറ്റേ നെഞ്ചത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് എന്തായാലും താഴെ എന്ന് പറഞ്ഞ് സ്ട്രീം ചെയ്യുന്നത് ഇതിൽ തന്നെയല്ലേ? അത് നിനക്കും ബാക്കിയുള്ള എല്ലാവർക്കും റവന്യൂ കിട്ടുന്ന ആ സോഴ്സ് വഴി തന്നെയാ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കളിക്കണേ. നിനക്ക് സിറ്റിയിൽ വയ്യാന്ന് പറഞ്ഞിട്ട്, സിറ്റിയിൽ നിന്നെ അടിച്ചിട്ടെന്ന് പറഞ്ഞു, നിനക്ക് തിരിച്ചടിക്കാനുള്ള കഴിവില്ല, അത് വിടുക, അത് പോട്ടെ. റീകണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് വേണ്ട. ഞാൻ പറഞ്ഞ അതിനെ പറ്റിയല്ല. അപ്പൊ അത് നമുക്ക് പറ്റാത്ത കാര്യം, അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യം വിട്ടേക്കുക. അപ്പൊ അല്ലാതെ ബാക്കിയുള്ള അവനെ ഉപദ്രവിക്കുകയല്ല ചെയ്യണ്ടേ. കണ്ടി എന്നിട്ട് ഞാൻ മാക്കിനെ വിളിച്ച് നല്ല വിളിച്ചായിരുന്നു ഞാൻ. ഇനി ഓഡിയോ വന്നാലും വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഇവന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു. അത് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയുവാണ്. ഇവന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു. ഇവന്റെ മാക്കിനെ വിളിച്ചിട്ട് ഞാൻ മാക്കിനെടുത്ത് ഇവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവൻ അത് റിലീസ് ചെയ്ത് കൊടുത്തു. കോപ്പിറൈറ്റ് ഇന്നലെ കോപ്പിറൈറ്റ് എടുത്ത് റിലീസ് ചെയ്ത് കൊടുത്ത്. അപ്പം ഞാൻ പറയണത് കോപ്പിറൈറ്റ് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമല്ല. ഈ സെയിം കണ്ടികൾ എന്റെ കോണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്, എന്റെയും ഈ TVക്കകത്തുള്ള എല്ലാവരുടെയും. ഇനി TVയുടെ POV ഏതവൻ പ്ലേ ചെയ്താലും ഞങ്ങൾ ഫുള്ള് സ്ട്രൈക്ക് അയച്ചുകൊണ്ടിരിക്കും. നിന്റെ ഒന്നും POV കണ്ട് ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല, പക്ഷെ നിനക്കൊക്കെ ഉണ്ടാകും. ഞങ്ങളുടെ കണ്ട് ജീവിക്കേണ്ട ഗതികേട് നിനക്കൊക്കെ ഉണ്ട്. കാരണം നിന്റെയൊക്കെ കൂട്ടത്തിലെ കുറെ പട്ടിത്തീട്ടങ്ങൾ രാപ്പകലില്ലാതെ എന്റെ പ്രൊഫൈലിലും എന്റെ ലൈവിലും എല്ലാം വന്നിരുന്ന് ഞാൻ എന്തോ ചെയ്യുന്ന ഇന്ന് അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി, ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് പോയിട്ട് ഇടാ, ഇന്ന് സ്കൂളില്ലല്ലോ, ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് കമന്റ് ഇടാം, ഇന്ന് അവൻ വാറിനും വരുന്നില്ല, അവൻ 3-4 ദിവസം വാറിനില്ല, അവൻ ഒന്നിനും വരൂല്ല, അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് പോകും. അങ്ങനത്തെ കുറെ ഫുണ്ടച്ചുകളുണ്ട് നിനക്ക്, മനസ്സിലായി? അതുകൊണ്ട് അവന്മാർ ഇങ്ങനെ ജീവിക്കുക. അല്ലാതെ ഞാൻ കോപ്പിറൈറ്റ് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെന്നാണ്. നീയൊക്കെ എന്നെ നല്ല രീതിയിൽ നക്കി കുറെ ജീവിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തിരിച്ചതിന്റെ ആവശ്യമില്ല. നിന്റെയൊക്കെ അവിടെ എന്ത് നടക്കുന്നു, നിന്റെ മറ്റേ ഷഡ്ഡിക്കണ്ണൻ ഇന്ന് ഷഡ്ഡിയാട്ടം നടത്തിയോ, അതൊന്നും ഞാൻ നോക്കാൻ വരാറില്ല. ഞാൻ മനസ്സിലായ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ നീയൊക്കെ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിനക്കൊക്കെ കോപ്പിറൈറ്റ് അയക്കണം. നമ്മുടെ ഈ ഒരു ക്ലിപ്പ് എടുക്കാൻ പാടില്ല എന്നൊക്കെ നിനക്ക് നിയമം ഉണ്ടെങ്കിൽ എന്റെ അകത്തുനിന്ന് എടുത്ത ക്ലിപ്പുകളൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരാം. ഞാൻ എന്റെ മോഡറേറ്റേഴ്സിനോട് മൊത്തം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. കുറെ കണ്ടികൾ ഇത് പേടിച്ച് ഇന്നലെ ഞാൻ മാക്കിനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിന് MRCയിലെ കുറച്ച് കണ്ടികൾ ഈ പറയണ മറ്റേ എന്റെ ഇതുള്ള കുറെ ലൈവ് പ്രൈവറ്റ് ആക്കി ഓടി. എന്റെ മോഡറേറ്റേഴ്സിനോട് ചോദിച്ചാൽ മതി. നമ്മുടെ ഇതെല്ലാം പ്രൈവറ്റ് ആക്കി ഓടിക്കളഞ്ഞു. പക്ഷെ സ്റ്റിൽ നിന്റെയൊക്കെ അണ്ണന്മാരുടെ ലൈവ് കുറെ ഉണ്ട് കേട്ടാ. മറ്റേ എല്ലാത്തിനും ഞാൻ അയക്കും. നീയൊക്കെ ഇനി കോപ്പിറൈറ്റ് റിലീസ് ചെയ്താലും എന്താ വെച്ചാലും ഞാൻ 3 എണ്ണമെങ്കിൽ 3 എണ്ണം എല്ലാത്തിനും ഞാൻ അയക്കും. എല്ലാത്തിനും ഞാൻ സ്ട്രൈക്ക് തന്നെ അയക്കത്തുള്ളൂ. ഇമ്മീഡിയറ്റ് റിമൂവൽ സ്ട്രൈക്ക് തന്നെ അയക്കും ഞാൻ. നീയൊക്കെ ഗൈസ് ഒരു ചാനലിന് ഒരു സ്ട്രൈക്ക് കിട്ടിയ
ഈ പറഞ്ഞതുപോലെ ഇത്ര ദിവസത്തേക്ക് ലൈവ് ഇടാനും കാര്യങ്ങളൊന്നും പറ്റില്ല. 3 സ്ട്രൈക്ക് കിട്ടിയാൽ ചാനൽ ടെർമിനേറ്റ് ആവും. ഇത് കണ്ട, നിങ്ങൾക്ക് 3 സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 3 സ്ട്രൈക്ക് വരുമ്പോൾ ചാനൽ ടെർമിനേറ്റ് ആവും. എന്താ ഈ കണ്ടിക്കൊക്കെ ഇത്ര ഫ്രസ്ട്രേഷൻ? എന്താണ് നിനക്കൊക്കെ ഇത്ര ഫ്രസ്ട്രേഷൻ? സെൻഡാക്സ് കണ്ടി കുണ്ട നിന്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ നീ നിന്റെ എവിടെ വേറെ എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെച്ചാൽ മതി. എടാ ഈ ഇവന് വേണ്ടി കുരയ്ക്കാൻ വരുന്ന മറ്റേ ശിഖണ്ഡിയുടെ പുത്രന്മാരുണ്ടല്ലോ, മറ്റേ ഷഡ്യാട്ട കുണ്ടന്മാരില്ലേ ഇവന് വേണ്ടി കുരയ്ക്കാൻ, ഇവനൊക്കെ വേണ്ടി കുരയ്ക്കാൻ എന്റെ ചാറ്റിൽ ഇപ്പം ഫോളോ ചെയ്ത് വന്നിരിപ്പുണ്ടായിരിക്കും കുറെ എണ്ണം. എടാ നിനക്കൊക്കെ എടാ ഗെറ്റ് എ ലൈഫ് എടാ. നീയൊക്കെ ഇങ്ങനത്തെ പരനാറിക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ നടക്കാതെ നീയൊക്കെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യടാ. എന്തെങ്കിലും സ്വന്തം വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു നേരത്തെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. ഒരു നേരത്തെ നീ ഫോണിൽ കുത്തി നീ മറ്റേ ഷെഡിക്കണ്ണന് വേണ്ടി മെസ്സേജ് ഇടുന്ന സമയത്ത് നിന്റെ അച്ഛൻ പുറത്തു പോയി വെയിലത്ത് പണിയെടുക്കുമായിരിക്കും. അങ്ങേരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്ക്. അങ്ങേരെ അറ്റ്ലീസ്റ്റ് കുറെ എണ്ണം കുറെ വന്നിട്ടുണ്ട്. ഇത് 2 ദിവസം ഇതിൽ നിന്നൊക്കെ മാറി ഇതാന്ന് പറഞ്ഞാൽ പോലും ഇത് പിന്നെ കുറെ കണ്ടികൾ KV അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഇൻബോക്സിലോട്ട് വന്നായിരുന്നു. എന്താടാ KV അടിച്ചിട്ട് നീ എൻ്റെ അടുത്ത് ഉണക്കണേ എന്തിനാ? നീ എൻ്റെ അടുത്ത് ഉണക്കണേ എന്താ? ഞങ്ങളുടെ ഫ്രണ്ട്ലി ലൈനപ്പ് തന്നെ അത്, മനസ്സിലായ? നീയൊക്കെ എന്നെ അടിക്കുമ്പോൾ ഞങ്ങളെ അടിക്കും. ഞങ്ങളുടെ 2 വട്ടം തിരികെ അണ്ണാക്കി വായി മേടിച്ചില്ലായിരുന്നോ? മേടിച്ച് നിന്റെയൊക്കെ അണ്ണന്മാർ ചെതറി ഓടിയായിരുന്നു. പിന്നെ മെയിൻ താളോടിയെ കുണ്ടനെ കൊണ്ടുവന്ന് നമ്മൾ മലത്തി നിർത്തിയായിരുന്നു. അന്നേരമൊന്നും നിന്റെയൊക്കെ മെസ്സേജ് കണ്ടില്ലല്ലോ എൻ്റെ ചാറ്റിലും ഇൻബോക്സിലും ഒന്നും. എന്താ വരാഞ്ഞ്? ഇനിയും നിർത്തും. ഞങ്ങളുടെ അടുത്തോട്ട് വന്നാ, മനസ്സിലായ? ഞങ്ങളുടെ അടുത്തോട്ട് വന്നാൽ ഇതുപോലെ പിടിച്ച് അങ്ങനെ നിർത്തും. അന്നേരം നീയൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. നീ KV അടിച്ചു എന്ന് പറഞ്ഞ ആ ക്രെഡിറ്റും കൊണ്ട് എൻ്റെ അടുത്ത് മുഞ്ചാൻ വരല്ലേ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ KV അടിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇതാക്കണേ KV. പിന്നെ വേറൊരു കാര്യമുണ്ട്, KV നീയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിന്റെയൊക്കെ ഇതാണെന്ന് കൂട്ടിയാൽ മതി. അവർക്കെതിരെ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് ഞാനാ. എനിക്കറിയാം ഇനി അവര് ഒന്ന് ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് നിന്നാൽ നിന്നെയൊക്കെ എങ്ങനെയാണ് പണ്ണാൻ പോണേന്ന് ഒരു സംശയമില്ല. നീയൊക്കെ തല്ലുകൊള്ളലേറെ സ്റ്റാർട്ട് ചെയ്ത് നിന്റെയൊക്കെ ഒരു സംശയമില്ല. തിരിച്ച് അവരെങ്ങനെയാ തരാൻ പോണേന്ന് നിനക്ക് അറിയില്ല. അത് ഇനി ഞങ്ങൾ വീണാലും നീയൊക്കെ തിരിച്ച് നിനക്ക് തരാൻ പോണത് എങ്ങനെയാണെന്ന് നീയൊക്കെ കണ്ടു തന്നെ അറിയണം. അല്ലാതെ ഇത് വെളിയിൽ നിന്ന് എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല. നീയൊക്കെയെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ 2-3 പേർക്ക് മനസ്സിലായാൽ മതിയേ. അത് ഈ പറയണത് പോലെ മറ്റേ ലീഡർ അങ്ങനത്തെ ചെറിയ ആൾക്കാർക്ക് മാത്രം മനസ്സിലായത്. ബാക്കി തല്ലുകൊള്ളുകൾക്കെല്ലാം വർഷങ്ങളായിട്ട് അറിയാം. TV ഒരു വട്ടം അടിച്ചാലും ബാക്കിയുള്ള ഗതി ഇതാണെന്ന്. ആ സെയിം സാധനമാണ് KVക്ക്, മനസ്സിലായ? അവന്മാരെ അടിച്ചാലും ഇത് തന്നെയാണ്. ബാക്കി നിന്റെ 35-40 മെമ്പേഴ്സും നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് കുറെ തല്ലുകൊണ്ടതാ പറയാതിരിക്കാൻ വയ്യ. ഇനി ഇതിന്റെ പേരിൽ നിനക്കത്തെ സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ നീയൊക്കെ അങ്ങ് വാ. എടാ ഒരാളെ ഒരു ഇവന്റിനോ എന്തെങ്കിലും പരിപാടിക്കോ സിറ്റിക്കകത്തോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ബേസിക് ഒരു റെസ്പെക്ട് കാണിക്കാൻ പഠിക്കണം, മനസ്സിലായ? ഞാനൊക്കെ എന്തൊക്കെ റൈവലറി വന്നിട്ടും നിന്നെയൊക്കെ സിറ്റിക്കകത്ത് കാണുമ്പോൾ എന്റെ മെമ്പേഴ്സിനാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാറുള്ളൂ. നീയൊക്കെ ജോക്കിയെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തതും അവിടെ നിന്ന് സംസാരിച്ചത് വർത്താനം ഒക്കെ നമുക്ക് അറിയാമായിരുന്നു. അത് ഏത് കണ്ടിയായിരുന്നു ആ ചാറ്റ്? അവിടെ കണ്ട് വണ്ടിക്കകത്തിരുന്ന മെസ്സ് അടിച്ചത് ഒരു കണ്ടിരുന്ന് മെസ്സ് അടിച്ചായിരുന്നല്ലോ. ആ സിറ്റുവേഷൻ സിറ്റി സൈഡ് എനിക്ക് കയറാനും പറ്റിയില്ല ഗൈസ്. സിറ്റി സൈഡിൽ എൻ്റെ ആയി പോയത് ആ സിറ്റുവേഷൻ. അല്ലെ ഈ കണ്ടികളെ തൂക്കി പറക്കി അന്ന് അടിച്ചേനെ ഞാൻ, ഒരു സംശയമില്ല. തക്കായി ആണെങ്കിലും ഏത് കുണ്ടനായി ആയാലും ഏതവനാണേലും അവൻ്റെയൊക്കെ വർത്താനം ഇവനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാർക്ക് നമ്മൾ ഈ ഇതിനകത്തെ ലീഡേഴ്സും ഒക്കെ എന്തറിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഇവന്മാരുടെ മനസ്സിൽ നിന്നൊന്നും അത് പോത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഈ പറയണവന്മാരെ ഒന്നും നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. ഇവന്മാർ തല്ലുകൊണ്ട് ഇവന്മാർക്ക് മറ്റേ ഫ്രസ്ട്രേഷൻ ആയി കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഇവന്മാർക്ക് അന്ന് സിറ്റുവേഷൻ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. TVയുടെ നിന്റെയൊക്കെ പോലെ മറ്റേ തല്ലുകൊണ്ട് കഴിയുമ്പം അയ്യോ ഇന്ന് ഇങ്ങനെ നിൽക്കാം. പിന്നെ നമുക്ക് സിറ്റുവേഷൻ ആൾക്കാർ നമ്മൾക്ക് ഒരു 4-5 പേരെയും കൂടെ റിക്രൂട്ട് ചെയ്തിട്ട് സിറ്റുവേഷൻ എടുക്കാം എന്ന് പറയുന്നതല്ല TVക്കകത്ത് ഇനി 10 പേരെ ഉള്ളെങ്കിലും ആ ദിവസം നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിനെ ഹേർട്ടായ 10 പേരെ വെച്ച് സിറ്റുവേഷൻ എടുക്കും. അല്ലാതെ സ്റ്റോറി പറഞ്ഞ് കുനിഞ്ഞു നിൽക്കൂല, മനസ്സിലായ? ആ സാധനം TVക്കില്ല. നിന്റെയൊക്കെ അണ്ണന്മാർക്കായിരിക്കും അതുള്ളത്. ജോക്കിയെ പറഞ്ഞ അന്ന് തന്നെ സിറ്റുവേഷൻ എടുത്ത് ഇനി അൺവാണ്ടഡ് സിറ്റുവേഷൻ ഞാൻ അത് കണ്ടായിരുന്നു. അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണെന്ന് ഞാനത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ ഒരുത്തനെ പറഞ്ഞാൽ നമ്മൾ സിറ്റുവേഷൻ എടുക്കും. എനിക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേറെ വല്ല ക്ലബ്ബും അല്ലോ അവിടെ, വേറെ വല്ല ക്ലബ്ബാവ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ലിമിറ്റ്. പിന്നെ എടാ സെൻഡക്സ് കൊണ്ടാ നിനക്ക് ഞാൻ തരാവേ. നിനക്കുള്ളത് ഞാൻ തരും. നിനക്കുള്ളത് ഞാൻ എന്തായാലും തരും. നിന്റെ അണ്ണന്മാർക്കും എല്ലാമാർക്കും ഞാൻ കൊടുക്കും കോപ്പിറൈറ്റ് മൊത്തം. TVയിലെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. TVയിലെ ആരുടെയൊക്കെ ക്ലിപ്പ് ആരൊക്കെ എടുത്തിട്ടുണ്ടോ ഇവന്മാരൊക്കെ, എന്നിട്ട് ഇവന്മാർ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞങ്ങൾ റിലീസാക്കി കൊടുക്കാം ഗൈസ് സ്ട്രൈക്ക്. അല്ലാതെ ഞങ്ങൾ ഇത് റിലീസാക്കുന്നില്ല. പിന്നെ അത്രയ്ക്ക് പേടിച്ചെങ്കിൽ നീയൊക്കെ കണ്ടന്റ് പ്രൈവറ്റ് ആക്കണേ. പേടി വേണം നിനക്കൊക്കെ.
അല്ലെങ്കിൽ നീക്ക് പുതിയ ചാനൽ തുടങ്ങി സ്ട്രീം ചെയ്തോ? നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ കുറെ ആയി. നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ കുറെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു ഗെയിമിന്റെ കാര്യത്തിൽ എന്നിട്ട് ലൈവ് വരുമ്പോ എടാ നമ്മള് ഗെയിമായിട്ട് എടുക്കണ്ടേടാ. നമ്മള് ഗെയിമായിട്ട് എടുക്കണ്ടേ? ഗെയിമിന്റെ പുറത്ത് ഒരു ഹേറ്റും പാടില്ലേ? ആ അപ്പൊ ഇതിന് മറ്റേ പാട്ടൊക്കെ വരും, വലിയ പാട്ടൊക്കെ ഇടുന്ന നന്മയുള്ളൂ. കെ വി ആയിട്ട് വാർ ജയിച്ചതിന്റെ അന്ന് മറ്റേ TDS എടുത്തിട്ട് കുനിച്ചു നിർത്തിയായിരുന്നു. അതങ്ങ് മുക്കി ഫാൻസ് അടക്കം അതങ്ങ് മുക്കി. പറയാതിരിക്കാൻ വയ്യടെ ഇവന്മാരുടെ കാര്യം. മുത്തേ നമ്മള് ഞാനുണ്ടല്ലോ ഗൈസ്, ഇനി ഒരു കാര്യം ഞാൻ തീരുമാനിച്ച്. ഞാനായിരുന്നു സാധാരണ ഇത് റിയൽ ലൈഫിൽ എന്തെങ്കിലും വിളിച്ച് ആരെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇതങ്ങ് കോംപ്രമൈസ് ചെയ്യും. ഞാനങ്ങ് മറക്കും, ഞാനങ്ങ് വിടും. പക്ഷെ ഇനി ഞാൻ അത് ഞാൻ 2 പോലും കൊടുക്കത്തില്ല. എന്നെ കോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങ് കൺവിൻസ് ആയി പോകും ഗൈസ്. ഞാൻ സത്യം പറയല്ല, എന്നെ അങ്ങ് കൺവിൻസ് ആക്കി കളയും. ഞാനല്ല ശരിക്കും കൺവിൻസിങ് സ്റ്റാർ. പക്ഷെ ബ്രോ, ഈ സ്റ്റിക്കർ ആരാ ചെയ്തതെന്ന് വെച്ചാൽ അത് എനിക്കൊന്ന് അയച്ചു തരണേ. അത് ഷെയ്ക്കിന്റെ ഗ്രൂപ്പിൽ വരുന്ന, ഞാനത് കട്ട് ചെയ്ത് പിന്നെ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പുള്ളിയെ ഇളക്കി വിളിക്കണമെന്നൊക്കെ വിചാരിച്ചത്. ആ ഫോട്ടോ മാത്രം അതുമായിട്ടൊന്ന് എനിക്ക് അയച്ചു തരണം. അത് നല്ല പെർഫെക്ഷൻ ഉണ്ട്, അതിന് നല്ല രസമുണ്ട്. അത് എനിക്കത് പേഴ്സിൽ വെക്കാനാ. ഒന്ന് ആരാ ചെയ്തതെന്ന് വെച്ചാൽ അതൊന്ന് എനിക്ക് അയച്ചു തരണേ. പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ല, ഈ വെളിയിൽ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞ് എന്നെ അങ്ങ് ഇമ്പ്രസ് ചെയ്ത് കളയുമ്പോൾ ഞാൻ ചാറ്റിൽ വന്നിട്ട് നിങ്ങളോട് പറയും, വിട് ഗൈസ്, വിട്, പോട്ടെ. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് അപരാധിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. ആ കൺഫ്യൂഷന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പ്രശ്നം. കുറച്ച് കഴിയുമ്പോൾ ഇവന്മാരുടെ കുണവേ അങ്ങ് മാറും. നമ്മളോട് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവനൊക്കെ ബിഹേവ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിച്ചാലോ, പ്ലെയറോ ചെയ്താ ഞാനില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇമ്പ്രസ് ആയി പോകും. എന്ന് വെച്ചാൽ പുള്ളി അറിഞ്ഞു കാണത്തില്ല എന്ന്. മനസ്സിലായ? ഞാൻ തന്നെ പലപ്പോഴും ഞെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സിറ്റ് ഡൗൺ ഇതിന് ഇത് ഗെയിം അല്ലേ, അല്ലെങ്കിൽ വേണ്ട, നമ്മളൊന്നും പറയുന്നില്ല. സത്യല്ലേ എന്റെ അമ്മോ, അയ്യോ. തെറ്റിടണ വരട്ടെ, ഞാനേ ഇമാരടുത്ത് വരട്ടെ. ഇമാരടുത്ത് ഒന്ന് ആരൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് സംസാരിക്കട്ടെ. ഹലോ എടാ, നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും ക്ലിപ്പ് ഈ MRCയിലുള്ള കണ്ടികൾ, വലിയ കണ്ടി ആയാലും ചെറിയ കണ്ടി ആയാലും, ഏത് കണ്ടികൾ അവന്മാരുടെ ചാനൽ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അയക്കണേ കേട്ടാ. ഷൗട്ടെക്സ് വന്നിട്ട് മൊത്തത്തിന് എല്ലാ അമ്മമാർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്കണം. ഏത് കണ്ടിയാണേലും, ഇനി വലിയ കണ്ടി ചെറിയ കണ്ടി എന്നൊന്നുമില്ല. നമുക്ക് ഏത് കണ്ടി ഇനി ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്താലും, നമ്മുടെ ലൈവോ നമ്മുടെ കോണ്ടന്റ് എന്തെങ്കിലും എടുത്തു വെച്ചാൽ സ്ട്രൈറ്റ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അയച്ചു കൊടുത്തേക്കണം. എത്രയോ വർഷം നമ്മള് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തമാര് പോലും ചെയ്യാത്ത പരിപാടിയാണ്. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഇപ്പൊ എക്സാമ്പിൾ നമ്മള് ഒരുത്തന്റെ ഫേസ് കാണിച്ചിട്ടോ അവന്റെ ഇത് കാണിച്ചിട്ടോ വല്ലതും മറ്റേ അബ്യൂസ് ചെയ്യോ അങ്ങനെ വല്ലതും ചെയ്തെങ്കിൽ ഓക്കെയാണ്. ഒരു മോണ്ടേജിൽ ഒരു 5 സെക്കൻഡ് അവന്റെ POV വന്നതിനാണ് അവൻ സ്ട്രൈക്ക് അടിച്ചു കൊടുത്തത്. ആർക്കാ? ജുഗുറൂന്. എന്നിട്ട് റിമൂവ് ആക്കില്ല. അവൻ ഞാൻ മാക്കിനെ വിളിച്ചു തള്ളക്കി വിളിച്ചപ്പം റിമൂവ് ആക്കി തന്നു. എന്തിനു കൊടുക്കേണ്ട ആവശ്യം? കണ്ടി ഞങ്ങളൊന്നും എന്തായാലും ഈ പരിപാടി കാണിക്കത്തില്ല ഗൈസ്. ഞങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങൾ MRC ആയിക്കോട്ടെ, KV ആയിക്കോട്ടെ, TG ആയിക്കോട്ടെ, T47 ആയിക്കോട്ടെ, ആര് നമ്മളെ അടിച്ചാലും ആരെന്ത് നമ്മുടെ കോണ്ടന്റ് ഇട്ടല്ലേ. എടാ ഞാനൊക്കെ എത്ര എണ്ണത്തിൽ ഇതാ ഈ ഫേസ് ക്യാമിൽ ഇങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരിക്കും. തല്ല് കൊള്ളുന്നതിനകത്തും കൊടുത്തതിനകത്തും എല്ലാം വർഷങ്ങളായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇവൻ 5000 ഫോളോവേഴ്സേ ഉള്ളു. 5000. അവന്റെ ഒരു ഗ്രോയിങ് സ്റ്റേജിലല്ലേ അവൻ നിൽക്കുന്നത്. ഈ സെൻഡക്സ് എന്ന് പറയുന്ന കണ്ടക് പട്ടിക്ക് അവൻ 5000 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉള്ളു അവന്റെ ചാനലിന്. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നത്. അപ്പൊ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ചാനൽ എന്തോ ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അവ അത് വെച്ചിട്ട് നമ്മളെ ഇരുന്ന് ഇതാക്കുന്നു.
ഞങ്ങളുടെ കണ്ടന്റ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പറയാം, ഓക്കെ അത് അവന്റെ കണ്ടന്റ് അല്ലേ, അത് അവന്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറയാം. എന്നിട്ട് നീയൊക്കെ കമ്മ്യൂണിറ്റി നന്നാക്കുന്ന നിന്റെ BGM ഇട്ടുള്ള നിന്റെയൊക്കെ ആ വലിയണ്ണന്റെ വർത്താനമാണ് നമുക്ക് കേൾക്കാൻ പറ്റാത്ത. കമ്മ്യൂണിറ്റി